ഓളപ്പരപ്പിലെ ആവേശ കാഴ്ചകളിലേക്ക് തന്നെയാണ് വീണ്ടും ദിവിഷ് മണി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ദിവിഷ്, അവിടെയുള്ള പ്രവചനങ്ങളൊക്കെ ഏത് രീതിയിലാണ്? പള്ളാത്തുരുത്തി ഇത്തവണ ഡബിൾ ഹാട്രിക് അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്, ആ രീതിയിലാണ് അവരുടെ ക്യാപ്റ്റനൊക്കെ സംസാരിക്കുന്നത്. 18, 19, 22, 23, 24 അങ്ങനെ തുടർച്ചയായി 5 വർഷം 2 വർഷം നടന്നിരുന്നില്ല. പക്ഷേ ആ ഡബിൾ ഹാട്രിക് എന്ന നേട്ടം, ആ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കുമോ ഇത്തവണ പള്ളാത്തുരുത്തി? പ്രവചനങ്ങളൊക്കെ എങ്ങനെയാണ്? ആര്യ, ഈ പ്രവചനങ്ങളും അല്ലെങ്കിൽ ആവേശങ്ങളും അതൊക്കെ ഓരോ ക്ലബിനും ഇപ്പോൾ നേരത്തെ രാവിലെയൊക്കെ പലരും സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. പക്ഷെ അതൊക്കെ ഒരു മത്സരത്തിന്റെ ഭാഗമായി അങ്ങനെ പല അതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ കഴിയുക. ചിലർക്ക് ഹാട്രിക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, ചിലർക്ക് അത് കഴിയില്ല. പക്ഷേ ഈ ജലമേളയുടെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു അപ്രവചനീയതയുണ്ട്. ആർക്കും എന്തും നേടാവുന്നതാ. ആളുകൾ എവിടുന്നാ നിങ്ങൾ എവിടുന്നാ? ബാംഗ്ലൂർ. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആളെ ചേട്ടാ ഇങ്ങോട്ട് വന്നു. അപ്പൊ കാണാം എല്ലാവരും ബാംഗ്ലൂരിൽ നിന്നാ. ഇവിടെ കേരളത്തിൽ എവിടെയാ? കേരളത്തിലെ ഞാൻ കണ്ണൂരാണ്. കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂർ. ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഒരു ചങ്ങനാശ്ശേരിക്കാരാണ് കുറച്ച് ഇവരോട് അടുത്തേക്കുന്ന ആള്. തൃശ്ശൂർ നിന്നൊക്കെ താന്തി നാട്ടിൽ നിന്നൊക്കെ ബോട്ടുണ്ട്. നിങ്ങൾ അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചായിരുന്നോ? ഇന്നലെ 3 ക്ലബിൽ പോയി. BBC-യിൽ പോയി, പിന്നെ കൈനഗിരിയും പോയി. അപ്പൊ എല്ലാവരും അല്ല, നിങ്ങള് തൃശ്ശൂരുകാരായിട്ട് ഇവിടെ വരുമ്പോ ഇവിടെ കമന്ററി ഒക്കെ കേട്ടുകാണല്ലോ. ഇല്ലെങ്കിൽ ചിത്രമേളത്തെ വെല്ലുന്ന ആവേശത്തിന്റെ കാഴ്ചകൾ ജലപ്പരപ്പിൽ നിന്നൊക്കെ പറഞ്ഞേക്കും. ആവേശം കൂടും ചുണ്ടമേള ഇറങ്ങുമ്പോ. ഇപ്പൊ വെപ്പുകളെല്ലാം വന്നുള്ളൂ. ചുണ്ടം വരട്ടെ, അപ്പൊ കാണിക്കാം. അതിന് വെയിറ്റ് ചെയ്ത് എല്ലാ കൊല്ലവും നെഹ്റു ട്രോഫി കണക്കാക്കി വരുന്ന ആളുകളാണോ? അല്ല, ഞങ്ങൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തു, അത് ഫ്ലോപ്പായി പോയി. കാരണം ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നുണ്ട്. പുള്ളി ഇവിടുത്തുകാരനാണ്. പുള്ളി അത് കുറച്ച് കൂടുതൽ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിരുന്നു ഇതിനെ കുറിച്ച്. ഞാനിവിടെ കുളങ്ങലിലാണ് ജനിച്ചതും വളർന്നതല്ല. അപ്പം പറഞ്ഞ പോലെ വള്ളംകളി വരുന്നതും പോകുന്നതും കാണുന്നതിലാണ്. അപ്പം ഞാനിങ്ങനെ എല്ലാവരെയും മൂട് കയറ്റിയതാണ്. കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ വരാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ വർഷം ഇത് ക്യാൻസൽ ആയതുകൊണ്ട് പിന്നെ സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്തോടെ എങ്ങനെയായാലും പോയിട്ടേ ഉള്ളൂ വിചാരിച്ചു പ്ലാൻ ചെയ്തു. എനിക്കോട്ടെ തൃശ്ശൂരുകാർ എപ്പോഴും എവിടെ പുറത്ത് ജോലിയാണെങ്കിലും തൃശ്ശൂർ പൂരത്തിന് ആളുകളെ കൊണ്ടുവരും അല്ലേ? കൂട്ടുകാരൊക്കെ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുവരും. അതേപോലെയാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി ആയാലും ആലപ്പുഴ, കോട്ടയം ഏരിയയിലുള്ളൊക്കെ നെഹ്റു ട്രോഫിക്കാണ് നമ്മുടെ കൂട്ടുകാരെ നമുക്കൊരു നാട്ടിലെ ഒരു സംഭവം കാണിക്കുന്നതിൻ്റെ ഒരു അല്ലേ ചെറിയൊരു അഹങ്കാരവും അല്ലേ കുറച്ചൊരു ഗമയൊക്കെ കൊണ്ടാണ് നമ്മൾ ആളുകളെ വിളിക്കുക. എന്തായാലും ആവേശത്തിന്റെ കാഴ്ചകളാണ് ആര്യ. ഇത് ഇനി 3 മണിക്ക് മത്സരങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ചുണ്ടലിങ്ങി ഇറങ്ങട്ടെ എന്നതാണ് ആവേശം. ഇപ്പോൾ അവരവരുടെ ലൈൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഓരോ ബോട്ട് ക്ലബ്ബുകൾ തുഴഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പോലും ആ താളവും മേളവും ആളുകളിൽ ഉണ്ടാക്കുന്ന ആവേശം നമ്മൾ കാണുന്നതാണ്. അപ്പം കൃത്യം ആ മത്സരം എത്തുമ്പോൾ ഇപ്പൊ മഴ ഇങ്ങനെ കണ്ടിട്ട് മഴ തോരുന്ന ലക്ഷ്യമൊന്നുമില്ല. ഫൈനൽ സമയത്തും അകമ്പടിയായി മഴയുണ്ടാകും. പക്ഷേ മഴയത്തും കെടാത്ത ആവേശമായി നെഹ്റു ട്രോഫി വള്ളംകളി ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആര്യ, അതെ, ആവേശത്തിന് ഒരൊട്ടും കുറവില്ല. മഴയുണ്ട്, മഴ മാറി നിൽക്കുന്നതേ ഇല്ല. ഇന്ന് രാവിലെ മുതൽ ഒരുപക്ഷെ ഈ വലിയ ഈ ഹീറ്റ്സ് മത്സരങ്ങളുടെ സമയത്ത് മഴയുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാലും കായൽ രാജാവിന് അറിയാൻ ഇനി ഒരു കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മഴ ഉണ്ടെങ്കിൽ അത് ആവേശം കൂട്ടും എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്നാലും ഈ ഒരു ദിവസത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഇനി നിമിഷങ്ങൾ എണ്ണി ജലരാജാവ് ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ് നമുക്ക് ബാക്കിയുള്ളത്. പല രാജ്യങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന്, പല പ്രദേശങ്ങളിൽ നിന്ന് ഈ ഒരു ദിവസം പുന്നമട കായലിന്റെ തീരത്തേക്ക് എത്താൻ ആളുകൾ ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന ദിവസമാണ്. മഴയൊന്നും അവരുടെ ആവേശത്തെ ഒട്ടും ചോർത്തുന്നില്ല.